ഹായ് ഓൾ. നമ്മളെല്ലായ്പ്പോഴും മനസ്സിനെ നമ്മുടെ പരിധിയിൽ വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ മിക്കപ്പോഴും അതിന് നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായി 5M ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഹായ് ഓൾ, ഞാൻ അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 Mകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ M എന്ന് പറയുന്നത് മോർണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ മോർണിംഗ് സമയം എന്ന് പറയുന്നത്. അത് രാവിലെ എത്രത്തോളം നേരത്തെ എഴുന്നേൽക്കുന്നു എന്നതിനേക്കാളും നമ്മൾ എത്രത്തോളം സമയം ആ ഒരു സമയം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചിലവരിപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ മോർണിംഗ് സമയം വെറുതെ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സമയം കളയുന്നതെങ്കിൽ നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റാലും കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം കുറച്ചു നേരമാണെങ്കിൽ കുറച്ചു നേരം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള വിഷ്വലൈസേഷൻ, അഫർമേഷൻ, അതുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അങ്ങനെ നമ്മളെ തന്നെ ബെറ്റർ വേർഷൻ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മോർണിംഗ് സെറ്റായാൽ ആ ഡേ മുഴുവൻ സെറ്റായി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ആദ്യം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു മോർണിംഗ് റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ M എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മൈൻഡിനെ വളരെ കാമാക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബ്രെത്തിലെ കൺട്രോൾ ചെയ്യുക. അതായത് ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ് നേരം ഇരുന്നാൽ മാത്രം മതി. ആദ്യമൊക്കെ നമ്മൾ 2 മിനിറ്റ്സിലൊക്കെ തുടങ്ങുക. 2 മിനിറ്റ്സ്, 3 മിനിറ്റ്സ്, അങ്ങനെ 5 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ് വരെ നമ്മളെ ബ്രെത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് വളരെ കാമാകും, നമ്മൾക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ്. മൂന്നാമത്തെ M എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, പ്രാകൃത മനുഷ്യർ പല രീതിയിലുള്ള മൂവ്മെന്റ്സ് ചെയ്തുകൊണ്ടുണ്ട് അല്ലെ. അതായത് അവർക്ക് പണ്ട് ഇതുപോലുള്ള ടെക്നോളജീസും മിഷനറീസും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അവര് എല്ലാ കാര്യങ്ങളും അവരുടെ കൈകൾ കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം മെഷീൻസ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് യോഗ, നടത്തം, എന്താ പറയാ, ജോഗിങ്, സുംബ, എന്ത് വേണേലും ആവാം. പക്ഷെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ രാവിലെ തന്നെ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോൺസ് അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസിന്റെ ഉൽപാദനം കൂട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് മൈൻഡിനെ നമുക്ക് റിലാക്സ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നാലാമത്തെ M എന്ന് പറയുന്നത് നമ്മുടെ മീലാണ്. മീൽ അഥവാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയും അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിന് വേണ്ട രക്തത്തുള്ളികളാവട്ടെ, മജ്ജ, മാംസം, എല്ലാം അതിൻ്റെ അകത്തു നിന്നാണ് രൂപവൽക്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന മീല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ക്ലീൻ ആയിട്ടുള്ളതും ആയ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. കഴിവതും ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ M എന്ന് പറയുന്നത് മീഡിയ എന്നുള്ളതാണ്. മീഡിയ ആക്ച്വലി ഇത് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമ്മൾ കണ്ണിൽ കൂടെ കാണുന്നതും ചെവിയിൽ കൂടെ കേൾക്കുന്നതും നമ്മുടെ മനസ്സിന്റെ ആഹാരമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ സ്ക്രീൻ ടൈമിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണോ നമ്മൾ കൂടുതലും നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്, അതോ നമ്മളെ ഡ്രെയിൻ ചെയ്യിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കൂടുതലും റീൽസ്
റീൽസിലൊക്കെ നമ്മൾ കാണാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്യുന്ന രീതിയിൽ അല്ലേ നമ്മളെ തന്നെ ഡ്രെയിൻ ചെയ്യിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം എന്റർടൈൻമെന്റ്സിന്റെ പുറകെ പോകാതെ നമ്മുടെ ഗ്രോത്തിന്, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മീഡിയയെ വളരെ വൈസായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5M നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. നമുക്കൊരു പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇതിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള എല്ലാവരും അതിലൂടെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു ഓൾ.